എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയുന്നത് ശ്രീഹരിയെ ഓർത്ത് ഇരിക്കുന്ന പത്മാവതിയുടെ കഥയാണ്. ബൃഹന്ദ്ര മഹാരാജാവിൻ്റെയും കൗമുദി ദേവിയുടെയും പുത്രിയാണ് പത്മാവതി. പത്മാവതി വളർന്ന് യൗവനയുക്തയായി. പുത്രിയുടെ വിവാഹം എത്രയും പെട്ടെന്ന് തന്നെ നടത്തണം, അല്ലാത്ത പക്ഷം എന്തെങ്കിലും അനർത്ഥങ്ങൾ സംഭവിച്ചാലോ? കാരണം യുവതികളുടെ മനസ്സ് ഏത് വഴികളിലെല്ലാം തിരിയുമെന്ന് ആർക്കും ഊഹിക്കുവാൻ കഴിയുകയില്ല. അങ്ങനെ ചിന്തിച്ച് ബൃഹന്ദ്ര മഹാരാജാവ് രാജ്ഞി കൗമുദി ദേവിക്ക് സമീപമെത്തി. പുത്രിയുടെ വിവാഹകാര്യത്തെക്കുറിച്ച് ആലോചിച്ചു. അവളെ വേൽക്കുന്നവൻ ഉന്നത കുലജാതനും ശീലഗുണമുള്ളവനും ആയിരിക്കണമെന്ന് നമുക്ക് നിർബന്ധമുണ്ട്. ഭർത്തൃവചനങ്ങൾ കേട്ട് കൗമുദി ദേവി ഭഗവാൻ ശ്രീ പരമേശ്വരന്റെ അനുഗ്രഹവചനങ്ങൾ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തി. പ്രഭു, ശ്രീ മഹാദേവന്റെ അമൃതതുല്യ വചനങ്ങൾ അവിടുന്ന് മറന്നോ? നമ്മുടെ പുത്രിയുടെ കാന്തൻ ഭഗവാൻ ശ്രീഹരി തന്നെ ആയിരിക്കുമെന്നതിൽ ഒട്ടും സംശയം വേണ്ട. ഒരു കാരണവശാലും ഈശ്വരവചനങ്ങൾ മിഥ്യയായിരിക്കുകയില്ല. ഭഗവാൻ ശ്രീഹരി നമ്മുടെ പുത്രിയെ വിവാഹം ചെയ്യുകയെന്ന മഹാസംഭവം വളരെ വിദൂരത്താണ്. ആ മംഗളകാര്യം എത്രയും പെട്ടെന്ന് നടന്നു കാണണമെന്ന് നമ്മുടെ ആഗ്രഹം. ഏതായാലും നമ്മുടെ പുത്രിയുടെ സ്വയംവരത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യാം. ശ്രീഹരിയെ ജാമാതാവായി സിദ്ധിക്കുന്നതിന് നമുക്ക് സൗഭാഗ്യമുണ്ടെങ്കിൽ ആ ശുഭകാര്യം സ്വയംവര മണ്ഡപത്തിൽ വെച്ച് സംഭവിക്കാതിരിക്കില്ല. പാലാഴിയിൽ നിന്ന് ലഭിച്ച ശ്രീ മഹാലക്ഷ്മിയെ മഹാവിഷ്ണു പാണിഗ്രഹണം ചെയ്തതുപോലെ നമ്മുടെ പുത്രി പത്മാവതിയെ സ്വയംവര മണ്ഡപത്തിൽ വെച്ച് ഭഗവാൻ ശ്രീഹരി വേൾക്കുക തന്നെ ചെയ്യും. അങ്ങനെ ബൃഹന്ദ്ര മഹാരാജാവ് പുത്രിയുടെ സ്വയംവരോത്സവത്തിൽ പങ്കുചേരുന്നതിനായി എല്ലാ രാജാക്കന്മാർക്കും ക്ഷണക്കത്തുകൾ അയച്ചു. സിംഹളദ്വീപ് രാജപുത്രിയുടെ സ്വയംവരാഘോഷത്തിനായി അണിഞ്ഞൊരുങ്ങി. ഉന്നതന്മാരായ രാജാക്കന്മാർക്ക് വിശ്രമിക്കുന്നതിനായി മഹാസൗധങ്ങൾ പണിതൊരുക്കി. അവർക്ക് വിഭവ സമൃദ്ധമായ ഭക്ഷണ പദാർത്ഥങ്ങൾ പാകം ചെയ്ത് യഥോചിതം വിളമ്പുന്നതിനായി ധാരാളം പാചകക്കാരെയും നിയോഗിച്ചു. അങ്ങനെ ആ സമയവും വന്നെത്തി. എല്ലാവരും സർവാലങ്കാര ഭൂഷിതരും ധാരാളം അകമ്പടിയോടു കൂടിയവരുമാണെന്ന് അവിടേക്ക് വന്നത്. കനകമണിമയമായി നിർമ്മിക്കപ്പെട്ടിരുന്ന സ്വയംവര മണ്ഡപത്തിൽ എല്ലാവരും പ്രവേശിച്ചു. മുഹൂർത്ത സമയമായപ്പോൾ ബൃഹന്ദ്ര മഹാരാജാവ് പുത്രിയെ മണ്ഡപത്തിലേക്ക് വിളിപ്പിച്ചു. അഴകിൻ്റെ ദേവതയായ പത്മാവതി വരണമാല്യവുമേന്തി താരകങ്ങളുടെ നടുവിൽ പൂനിലാവെന്നതുപോലെ സഖിമാരുമൊത്ത് ആ സൗന്ദര്യത്തിടമ്പ് സ്വയംവര മണ്ഡപത്തിലേക്ക് പ്രവേശിച്ചു. കൈകളിൽ വരണമാല്യവുമേന്തി പത്മാവതി ഓരോരുത്തരുടെയും മുന്നിലെത്തുമ്പോഴും തൻ്റെ ഗളത്തിൽ വീഴും എന്ന വിശ്വാസത്തോടെ രാജാക്കന്മാർ കഴുത്തും നീട്ടി സിംഹാസനത്തിൽ ഞെളിഞ്ഞിരുന്നു. എന്നാൽ പത്മാവതിയാകട്ടെ ആരുടെയും കഴുത്തിൽ വരണമാല്യം ചാർത്തിയതേയില്ല. അവൾ സഖിമാരുമൊത്ത് അന്തപുരത്തിലേക്ക് മടങ്ങിപ്പോയി. അപ്രതീക്ഷിതമായ ആ കാഴ്ച കണ്ട് രാജകുമാരന്മാർ പരിഭ്രമിച്ചു. പത്മാവതിയെ തടഞ്ഞു നിർത്തുന്നതിനായി അവർ സിംഹാസനങ്ങളിൽ നിന്ന് ചാടി എഴുന്നേറ്റ്. എന്നാൽ അവരുടെ അസ്ത്രശാസ്ത്രാദികളും ആടയാഭരണങ്ങളും ചിന്നിച്ചിതറി നിലം പതിച്ചു. ആ രാജാക്കന്മാർ അനാശാസ്യ ചിന്തയോടെ പത്മാവതിയെ വീക്ഷിച്ചതിനാൽ അടുത്ത ക്ഷണത്തിൽ എല്ലാവരും അഴകിയ മങ്കമാരായി തീർന്നു. ഇതെല്ലാം പത്മാവതിയെ ഒരുപാട് ദുഃഖത്തിലാക്കി. ആ സമയത്ത് പത്മാവതിയുടെ സ്വയംവരം ദർശിക്കുന്നതിനായി മണ്ഡപത്തിനടുത്തുള്ള ഒരു അരയാൽ വൃക്ഷക്കൊമ്പിൽ ഭഗവാൻ ഇരിക്കുന്നുണ്ടായിരുന്നു. വിവാഹം അലങ്കോലമായി തീരുന്നതിന് താൻ കാരണക്കാരിയായല്ലോ എന്നോർത്ത് പത്മാവതി പൊട്ടിക്കരഞ്ഞു. തൻ്റെ ആഭരണങ്ങളും അലങ്കാരങ്ങളും ഉപേക്ഷിച്ച് പത്മാവതി ശിവവചനമനുസരിച്ച് ഭഗവാൻ ശ്രീഹരിയെ പ്രിയതമനായി സിദ്ധിക്കുന്നതിനു വേണ്ടി മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു.